പ്ലസ് ടു മാത്തമാറ്റിക്സ് എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുണ്ട്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഈ ചോദ്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഫോർമുലാസുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ പ്രധാനപ്പെട്ട ഫോർമുലാസുകളാണ് ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ ഫോർമുലാസുകൾ പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഏതൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകൾ എന്നുള്ളത് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് എന്ന് പറയുന്ന രണ്ട് കോളമായിട്ടാണ് ഞാനിവിടെ ഫോർമുലാസുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ കോസ് എക്സ്, കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ സീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ സീക്ക് എക്സ് ടാൻ എക്സ്, കൊസീക്ക് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, കോട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1, എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 2x, റൂട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1/2 റൂട്ട് എക്സ്, ലോഗ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1/x, ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ ഇ റേസ് ടു എക്സ്, എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ n ഇൻറ്റു എക്സ് റേസ് ടു n-1. പിന്നെ സ്പെഷ്യലായിട്ട് പുതിയൊരു കാര്യം, ഒരു ഷോർട്ട് കട്ട് ഐഡിയ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ax പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഇക്വേഷൻ്റെ പൊതുരൂപമാണ് ax പ്ലസ് ബി. ആ ax പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി. കുറേയധികം ക്വസ്റ്റ്യൻസുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളിതിൽ ശ്രദ്ധിക്കുക. ഏത് കോൺസ്റ്റൻറ്റിൻ്റെയും ഡെറിവേഷൻ 0 എന്ന് പറഞ്ഞ ആശയമാണ്. ഈ കോൺസ്റ്റൻറ്റ് തനിയെ നിൽക്കുമ്പോഴാണ് നമ്മൾ 0 എന്ന് പറഞ്ഞ ആൻസർ എടുക്കുക. ഇപ്പോൾ 2x എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 എന്ന് പറയുന്നതിനെ നമ്മൾ ഡെറിവേറ്റീവിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് എക്സിൻ്റെ ഡെറിവേഷനാണ് കണ്ടുപിടിക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ 0 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോർമുലയായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് എന്നിട്ട് 2-3 സബ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഫൈൻഡ് dy/dx ഫ്രോം ദ ഫോളോയിങ്, അവിടെയും 2-3 സബ് ക്വസ്റ്റ്യൻസുകൾ കാണാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്ന ചോദ്യപേപ്പറിലും വരിക. അപ്പോൾ നമ്മൾക്ക് ഒരേ സമയം പല ടൈപ്പുകളും അറിഞ്ഞിരിക്കേണ്ടി വരും. കാരണം ആദ്യത്തെ ചോദ്യം ചിലപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടാവും, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയത്തിലൂടെയും കണക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ എന്തായാലും എല്ലാത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മളിവിടെ പ്രോബ്ലം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചാണ്. റൂളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയും, എന്തുകൊണ്ടാണ് ആ റൂളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തത് എന്നതിനെ പറ്റി നമ്മളിവിടെ പറയും. അപ്പോൾ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഏത് റൂളിലൂടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസുകളാണ് ഇടുക. ഒരേ റൂളിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല പറയുക, വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഇടുക. അതിൽ ഏത് റൂൾ വേണം, എന്തുകൊണ്ട് ഞാൻ ആ റൂൾ സെലക്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ അവിടെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നമുക്കിനി എന്തായാലും പ്രോബ്ലത്തിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് dy/dx ഇഫ് y ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ്. y എന്ന് പറയുന്നത് റൂട്ട് ടാൻ എക്സ് ആണ് തന്നിട്ടുണ്ട്. dy/dx എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഞാൻ y ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം അതുപോലെ എഴുതി വെച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് റൂട്ട് എക്സ് ആണ് എങ്കിൽ നമുക്ക് ഡെറിവേഷൻ്റെ ഫോർമുല ഉണ്ട്, 1/2 റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. പക്ഷെ ഇത് റൂട്ട് എക്സ് അല്ലാത്തത് കൊണ്ട് എക്സിൻ്റെ പകരം എന്താണോ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഡെറിവേഷൻ കൊണ്ട് പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? y എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ dy/dx ഈക്വൽ ടു, ഇത് റൂട്ട് എക്സ് എന്ന് പറയുന്ന ആശയത്തിലാണെങ്കിൽ നമ്മൾ എഴുതുന്നത് എന്താണ്? 1/2 റൂട്ട് എക്സ്. പക്ഷെ ഇവിടെ എക്സ് അല്ല, ടാൻ എക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ടാൻ എക്സ് തന്നെ എഴുതിയത്. ഇത് മാത്രം എഴുതിയാൽ പോരാ, എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? ഡെറിവേഷൻ ഓഫ് ടാൻ എക്സ്.
അതായത് എക്സിന്റെ പൊസിഷനിൽ എന്താണോ വരുന്നത് അതിന്റെ ഡെറിവേഷൻ പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ 1/2 √tan x ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേഷൻ സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ നമുക്ക് എന്തായി അതിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ നിങ്ങൾ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന y എന്ന് പറയുന്നത് √x എന്ന് പറഞ്ഞ ഫോമിൽ ആയതുകൊണ്ട് √xന്റെ ഡെറിവേഷൻ 1/2 √x എന്ന് പറഞ്ഞ ആശയമാണ്. അതേ രൂപത്തിൽ നമ്മൾ എന്തെഴുതി dy/dx എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ √tan xന്റെ ഡെറിവേഷൻ 1/2 √tan x എന്ന് പറഞ്ഞ് എഴുതി. അത് മാത്രം എഴുതിയാൽ പോരാ, എന്തുകൂടി ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് ടാൻ എക്സ് ആണ്. അതുകൊണ്ട് അതിന്റെ ഡെറിവേഷൻ പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് d/dx ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ടാൻ എക്സിന്റെ ഡെറിവേഷൻ സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഈ 1/2 √x എന്ന് പറഞ്ഞ കാര്യം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 √tan x എന്ന് പറഞ്ഞ് എഴുതാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് y = log cos e raised to x. ഇത് log x എന്ന് പറയുന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ log xന്റെ ഡെറിവേഷൻ എന്താണ്, 1/x എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ log x അല്ല തന്നിരിക്കുന്നത്, log cos e raised to x എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കും, നമ്മൾ ഇതിനെ ഒരു x എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ log xന്റെ ഡെറിവേഷൻ 1/x ആണ്. ആ രീതിയിൽ നമ്മൾ ആദ്യം എഴുതും. അതിനുശേഷം ഡെറിവേറ്റീവ് ഓഫ് cos e raised to x എന്ന് പറയുന്ന കാര്യം മൾട്ടിപ്ലൈ ചെയ്യും. ഒന്ന് ചെയ്ത് നോക്കാം. dy/dx ഈക്വൽ ടു വൈൻ്റെ ഡെറിവേഷനെയാണ് നമ്മൾ dy/dx എന്ന് എഴുതിയിരിക്കുന്നത്. log x എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്കറിയാം 1/x ആണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, 1/cos e raised to x ഇൻറ്റു എന്തുകൂടി ചെയ്യണം, d/dx ഓഫ് cos e raised to x എന്ന് പറയുന്ന കാര്യം മൾട്ടിപ്ലൈ ചെയ്യണം. which is equal to 1/cos e raised to x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos e raised to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് sin e raised to x. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, cos xന്റെ ഡെറിവേഷൻ ആണ് മൈനസ് sin x എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇവിടെ cos e raised to x എന്ന് പറയുന്ന കാര്യമാണ് വന്നത്. അപ്പോൾ നമ്മൾ മൈനസ് sin e raised to x എന്ന് എഴുതി. കൂടാതെ ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം ചെയ്യണം, ഡെറിവേറ്റീവ് ഓഫ് e raised to x എന്ന് പറയുന്ന കാര്യം മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ആണ് മൈനസ് sin x വരിക. ഇവിടെ x എന്ന് പറഞ്ഞ പൊസിഷന് പകരം ഇവിടെ e raised to x ആയതുകൊണ്ട് x അല്ലാതെ ഏത് ടേം വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡെറിവേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ എങ്ങനെ എഴുതാം, മൈനസ് sin e raised to x ഇൻറ്റു e raised to x ന്റെ ഡെറിവേഷൻ e raised to x ഡിവൈഡഡ് ബൈ cos e raised to x which is equal to e raised to x ഞാൻ ആദ്യം കൊണ്ടുവരികയാണ്, മൈനസും എഴുതുന്നു, മൈനസ് e raised to x sin e raised to x by cos e raised to x എന്ന് പറയുന്നതിന് പകരം നമുക്ക് tan e raised to x എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് dy/dx ഇഫ് നമ്മൾ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. y = e raised to sin x എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ dy/dx എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക, ഇതൊരു e raised to x എന്ന് പറയുന്ന രീതിയിലാണ്. e raised to x ന്റെ ഡെറിവേഷൻ e raised to x തന്നെയാണ്. പക്ഷെ ഇവിടെ e raised to sin x ആണ്. അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് പറയുന്ന കാര്യം e raised to x ന്റെ ഡെറിവേഷൻ e raised to x ആയതുകൊണ്ട് e raised to sin x എന്ന് പറഞ്ഞ കാര്യം വരുന്നു. കൂടാതെ sin x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ പ്രത്യേകം എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് e raised to sin x ഇൻറ്റു sin x ന്റെ ഡെറിവേഷൻ cos x. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ y = cos √x എന്ന് പറയുന്നതിൽ നിന്നും dy/dx കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ ചെയിൻ റൂൾ ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. നമുക്കിത് cos x ആയിരുന്നുവെങ്കിൽ ഡെറിവേഷൻ എന്താ, മൈനസ് sin x ആണ്. അതേ രീതിയിൽ dy/dx = cos √x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൈനസ് sin √x. ഇത് മാത്രം എഴുതിയാൽ പോരാ, √xന്റെ ഡെറിവേഷൻ പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് sin √x ഇൻറ്റു √x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ഫോർമുല സെക്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, 1/2 √x. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. y + sin y = cos x. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ രൂപത്തിലാണ്. ഇങ്ങനെ ഇക്വേഷൻ പോലെ തന്നിട്ട് dy/dx കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിലൂടെയാണ് നമ്മളത് ആലോചിക്കേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എക്സിന്റെയും വൈന്റെയും ടേമുകൾ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യണം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും dy/dx ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
വൈ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ dy/dx പ്ലസ് സൈൻ വൈ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ കോസ് വൈ വരും. കൂടാതെ വൈന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് dy/dx ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ്. നമ്മൾക്ക് dy/dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ രണ്ട് ടേമിലും dy/dx എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണാം. അപ്പൊ ഞാനത് കോമൺ ആയിട്ട് എടുക്കുകയാണ്. dy/dx കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും. പ്ലസ് ഇവിടെ ബാക്കി കോസ് വൈ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അതായത് dy/dx ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ പോലെ തന്നിട്ടുള്ള കാര്യം എഴുതി, അതിനുശേഷം രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്തു. ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് ചെയ്തു. ഡെറിവേറ്റീവ് ചെയ്തതിൽ നിന്നും dy/dx എന്ന് പറയുന്ന കാര്യം ലെഫ്റ്റിൽ മാത്രം നിർത്തുക. അവിടെ നിന്നും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, dy/dx എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. നാലാമത്തെ ചോദ്യം, ഇവിടെയും എന്താണ് ഒരു ഇക്വേഷൻ പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ലോജിക്കാണ്. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചു വെക്കുക, ഇക്വേഷൻ പോലെ തന്നിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ dy/dx കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, എക്സും വൈയും പ്രോഡക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കൊടുക്കണം, പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യണം. എന്തായാലും രണ്ട് സൈഡും ഡെറിവേറ്റീവ് ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേഷൻ 2x പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2y വരും. കൂടാതെ വൈന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് dy/dx വരും. പ്ലസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു വൈന്റെ ഡെറിവേഷൻ dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എക്സിന്റെ ഡെറിവേഷൻ 1 ഈക്വൽ ടു റൈറ്റ് സൈഡ് 100 ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേഷൻ 0 ആണ്. ഇവിടുത്തെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വൈന്റെ ഡെറിവേഷൻ dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വൈ അതുപോലെ എഴുതി, എക്സിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 1. ഇവിടെ dy/dx നിൽക്കുന്ന ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. അപ്പൊ 2y dy/dx പ്ലസ് എക്സ് dy/dx ഈക്വൽ ടു പ്ലസ് 2x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2x ആവും, പ്ലസ് വൈ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ ആകും. dy/dx കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ കോമൺ ആയി എടുത്താൽ 2y പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് വൈ. അതായത് dy/dx ഇസ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2y പ്ലസ് എക്സ്. ഈ ക്വസ്റ്റൻ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നത് എന്താണ്, മോഡൽ എക്സാമിനേഷന് ഇതേ ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അഞ്ചാമത്തെ സബ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് y ഈക്വൽ ടു സൈൻ എക്സ് ക്യൂബ് പ്ലസ് 7 എന്ന് പറയുന്നതിൽ നിന്നും dy/dx കണ്ടുപിടിക്കണം. ഇതൊരു സൈൻ എക്സ് ആയിരുന്നുവെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്ന രീതിയിലാണ് ഡെറിവേഷൻ വരിക. അപ്പോൾ നമ്മൾക്ക് ഇവിടത്തെ കാര്യം കണക്ട് ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ എന്ന് പറയുന്ന രീതിയിൽ ആലോചിക്കണം. അതായത് രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ വൈൻ്റെ ഡെറിവേഷൻ dy/dx ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് ആണ്. അതേ രീതിയിൽ നമുക്ക് എന്ത് എഴുതാം, കോസ് എക്സ് ക്യൂബ് പ്ലസ് 7 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഡെറിവേഷൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 7 എന്ന് പറയുന്നത് കൂടി നമ്മൾ കണ്ടെത്തി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കോസ് എക്സ് ക്യൂബ് പ്ലസ് 7 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ x⁻n ആണെങ്കിൽ അതിന്റെ ഡെറിവേഷൻ n ഇൻറ്റു x⁻n-1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഡെറിവേഷൻ വരിക, 3 ഇൻറ്റു x⁻3-1 പ്ലസ് 7 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേഷൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് പ്ലസ് 7 ഇൻറ്റു 3x 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആൻസർ എങ്ങനെ കണക്ട് ചെയ്യാം, 3x² എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കോസ് എക്സ് ക്യൂബ് പ്ലസ് 7 ഇൻറ്റു 3x² എന്നായിരിക്കും. അടുത്ത ചോദ്യം ഒരു ഇക്വേഷൻ പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, dy/dx കണ്ടുപിടിക്കണം. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയമാണ്. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുക. x² ഡെറിവേഷൻ 2x പ്ലസ് ഇവിടെ എക്സും വൈയും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് 2x എടുക്കുകയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുന്നത്. അതൊരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ്. ഞാനൊരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, എക്സിന്റെ കോഎഫിഷ്യൻ എന്താണോ അത് മാത്രം എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് ആയിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്, 2 പ്ലസ് y² എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2y വരും. കൂടാതെ വൈന്റെ ഡെറിവേഷൻ dy/dx ഈക്വൽ ടു 5 എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 0. dy/dx വരുന്ന ടേം മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തുക. 2x dy/dx പ്ലസ് 2y dy/dx
ഈക്വൽ ടു പ്ലസ് 2x റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 2x ആകുന്നു. അതുപോലെ തന്നെ പ്ലസ് 2y റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 2y എന്ന് പറഞ്ഞ കാര്യമാകുന്നു. ഇവിടെ നമ്മൾ dy/dx എന്ന് പറയുന്ന കാര്യം കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് 2y ഈക്വൽ ടു മൈനസ് 2x മൈനസ് 2y. ഫോർ dy/dx ഇസ് ഈക്വൽ ടു മൈനസ് ഞാൻ കോമൺ ആയി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് എഴുതാം? 2x പ്ലസ് 2y എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത് എഴുതാം. ഡിവൈഡ് ചെയ്യേണ്ടതും എന്തുകൊണ്ട് തന്നെയാണ്? 2x പ്ലസ് 2y കൊണ്ട് തന്നെയാണ്. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? dy/dx ഇസ് ഈക്വൽ ടു -1. അടുത്ത ചോദ്യം dy/dx കാണാൻ തന്നെയാണ്. ഒരു ഇക്വേഷൻ പോലെയാണ് തന്നിരിക്കുന്നത്. sin² x പ്ലസ് cos² y ഈക്വൽ ടു 1 ആണ്. ഇക്വേഷൻ പോലെ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം തന്നെയാണ്. ഇത് ഇങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് sin² x എന്ന് പറയുന്നതിനെ sin x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വിചാരിക്കുക. അതുപോലെ cos² y എന്ന് പറയുന്നതിനെ cos y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വിചാരിക്കുക. ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് അതുപോലെ എഴുതുക. ഇനി നമ്മൾ രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ശരിക്കും ഒരു x² എന്ന് പറയുന്ന രീതിയിലാണ്. x² ആണെങ്കിൽ ഡെറിവേഷൻ 2x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതേ രീതിയിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 sin x എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇത് മാത്രം എഴുതിയാൽ പോരാ, sin x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? d/dx ഓഫ് sin x പ്ലസ് അതേപോലെ തന്നെ cos y ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 cos y എന്ന് പറഞ്ഞ കാര്യം വരും. കൂടാതെ d/dx ഓഫ് cos y മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 1ന്റെ ഡെറിവേഷൻ 0. 2 sin x ഇൻറ്റു sin x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ cos x പ്ലസ് 2 cos y ഇൻറ്റു cos y എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൈനസ് sin y വരും. കൂടാതെ yന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് dy/dx ഈക്വൽ ടു 0. 2 sin x cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫോർമുല പ്രകാരം sin 2x ആണ്. ഈ മൈനസ് എന്ന് പറയുന്നത് സെൻറ്ററിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ആയിട്ട് മാറുന്നു. 2 sin y cos y എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട്. അതിന് പകരം നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? sin 2y dy/dx is equal to 0. ഇതിൽ sin 2x എന്ന് പറയുന്ന കാര്യം ലെഫ്റ്റ് സൈഡ് നിർത്തിയിട്ട് ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാണ്. കാരണം അത് നെഗറ്റീവ് ടൈം ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടി റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? sin 2y dy/dx. ഇവിടെ നിന്നും നമ്മൾ dy/dx എന്ന് പറയുന്ന കാര്യം എഴുതിയാൽ sin 2x ഡിവൈഡഡ് ബൈ sin 2y. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നതും മറ്റേത് റോൾസ് തിയറം എന്ന് പറയുന്നതും. ആദ്യം എന്തൊക്കെയാണ് ഈ രണ്ട് തിയറംസുകൾ എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്കതിൻ്റെ രണ്ട് വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ആദ്യം റോൾസ് തിയറം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ശ്രദ്ധിക്കുക, f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ. ഇത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ. അപ്പോൾ f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവണം, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. കൂടാതെ f of a ഈക്വൽ ടു f of b ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൈ റോൾസ് തിയറം there exists c belongs to open interval ab such that f dash c equal to 0. അതായത് f കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ, ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ. f of a ചെയ്തപ്പോഴും f of b ചെയ്തപ്പോഴും ഒരേ ആൻസറാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു സി എന്ന് പറയുന്ന ഒരു എലമെന്റ് കണ്ടെത്താൻ പറ്റും. അത് എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 0 ആകുന്ന രീതി ആയിരിക്കും. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എഫ് ഡാഷ് സി 0 ആകുന്ന രീതിയിൽ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് റോൾസ് തിയറം പറയുന്നത്. അതിന് എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ. കൂടാതെ ഇന്റർവെല്ല് തന്നിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് എൻഡ് പോയിന്റുകളുണ്ട്, ലെഫ്റ്റ് എൻഡ് പോയിന്റും ഉണ്ട്, റൈറ്റ് എൻഡ് പോയിന്റും ഉണ്ട്. രണ്ട് എൻഡ് പോയിന്റുകളിലെയും ഫംഗ്ഷന്റെ വാല്യൂസുകൾ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ ഒരു സി എക്സിസ്റ്റ് ചെയ്യും.
അതിൽ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആകുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് റോൾസ് തിയറം എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്, മീൻ വാല്യൂ തിയറത്തിന് MVT എന്ന് പറഞ്ഞെഴുതും, മീൻ വാല്യൂ തിയറം. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൽ പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ. ഈ രണ്ട് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാം ബൈ മീൻ വാല്യൂ തിയറം there exists C belongs to open interval AB such that f dash C equal to f of B minus f of A divided by B minus A. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു സി എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കണ്ടെത്താം. അതിന് എന്തൊക്കെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവണം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ. രണ്ടും നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയാൽ മാത്രം പോരാ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവണം. ഇവിടേക്ക് പോകുമ്പോൾ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആവുമ്പോൾ തന്നെ മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സി എന്ന് പറയുന്ന എലമെന്റ് കിട്ടുന്നു എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ രണ്ടിന്റെയും സച്ച് ദാറ്റ് കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എഫ് ഡാഷ് സി 0 ആകുന്ന രീതിയിലാണ് നമുക്ക് സി കിട്ടുക. ഇവിടെയാണെങ്കിൽ എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ്. എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകളിലേക്കൊന്ന് പോയി നോക്കാം. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x + 8 ഇൻ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 2, 4. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് ഏത് ഇന്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി ഒരു ഇന്റർവെൽ കൂടി അതിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. നമുക്ക് റോൾസ് തിയറം വെരിഫൈ ചെയ്യുകയുമാണ്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ തന്നോട്ടെ നിങ്ങൾ ആദ്യം നേരിട്ടിട്ട് കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x + 8 ഈസ് continuous on closed interval 2, 4 and differentiable on open interval 2, 4. ജസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള കാര്യം എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് വരിക, ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെല്ലിലാണ് വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ് 2 എന്ന് പറയുന്ന കാര്യം ചെയ്യുക. അതായത് ഈ ഇന്റർവെല്ലിന്റെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണ് 2 വരുന്നത്. അതിൽ ഫംഗ്ഷന്റെ വാല്യൂ ആണ് എഫ് ഓഫ് 2 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എഫ് ഓഫ് 2 കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ 2 അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 6 × 2 + 8 അതായത് 4 മൈനസ് 12 + 8 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. 4 + 8 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 - 12 എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടുക. അടുത്ത എൻഡ് പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് 4 കണ്ടുപിടിക്കുക. എക്സിന് 4 അപ്ലൈ ചെയ്യുമ്പോൾ 4 സ്ക്വയർ മൈനസ് 6 × 4 + 8 which is equal to 16 - 24 + 8. 24 - 24 എന്ന് പറഞ്ഞ ലോജിക്കാണ് വരിക, 0 ആണ്. ഈ രണ്ട് ആൻസറും നമുക്ക് എന്താണ് ഒരുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. 0 തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് രണ്ടും ഒരുപോലെ കിട്ടണം. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ എന്തൊക്കെ കണ്ടീഷൻസുകൾ ഇപ്പൊ നമ്മുടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ 2, 4 ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവെൽ 2, 4 കൂടാതെ എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 4ഉം എന്താണ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? therefore by റോൾസ് തിയറം there exists C belongs to open interval 2, 4 such that f dash C equal to 0. ജസ്റ്റ് റോൾസ് തിയറം എന്ന് പറയുന്നതിന്റെ ആ ഒരു ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം നമുക്കിവിടെ തന്നിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. അതായത് ഇതിനെ ഒന്ന് ജസ്റ്റ് ഡെറിവേഷൻ ചെയ്യാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x മൈനസ് 6x വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്താൽ മതി. അതായത് എന്താ വരിക? -6. 8 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേഷൻ 0 ആണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x - 6 ആണ്. തൊട്ടു താഴെ എഫ് ഡാഷ് സി എന്ന് പറയുന്ന കാര്യം എഴുതുക. അതായത് എക്സിന് പകരം സി എഴുതിയാൽ മതി. അപ്പോൾ 2c - 6 എന്ന് പറഞ്ഞ് കിട്ടുന്നു.
നമ്മുടെ ഇവിടെ സച്ച് ദാറ്റ് കണ്ടീഷൻ എന്താണ്? എഫ് ഡാഷ് സി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2c - 6 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് 2c എന്ന് പറയുന്നത് 6 ആയിരിക്കണം. c എന്ന് പറയുന്നത് 6/2 ആണ്, അത് 3 ആണ്. 3 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 2 4. ഇത് കൃത്യമായി ഓപ്പൺ ഇന്റർവെൽ തന്നെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ വെരിഫിക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഏത് ഫംഗ്ഷൻ തന്നിട്ടും നിങ്ങളുടെ റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. അതിന് മാർക്ക് ഉണ്ട്. മിനിമം നിങ്ങൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യേണ്ടത് f(2) കണ്ടുപിടിക്കുക. അതായത് ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അതേമാതിരി റൈറ്റ് എൻഡ് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. റോൾസ് തിയറം വെരിഫൈ ചെയ്യാനുള്ള ചോദ്യമാണെങ്കിൽ 2 ആൻസറും ഒരുപോലെ കിട്ടുകയുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ റോൾസ് തിയറം എന്ന് പറഞ്ഞ് ആ സെന്റൻസ് അതുപോലെ ഇവിടെ എഴുതി വെക്കുക. അതിനുശേഷം f'(x) കാണുക, f'(c) കണ്ടുപിടിക്കുക. ആ f'(c) എന്ന് പറയുന്നത് 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് c-നൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഓപ്പൺ ഇന്റർവെലിനകത്ത് തന്നെ വരുന്നു എന്നുള്ളത് കൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞാലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണ് എന്നുള്ള കാര്യമൊക്കെ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. അതായത് f(x) = x² - 4x - 3 ഈസ് continuous on closed interval 1 4 and differentiable on open interval 1 4. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ എഴുതി വെക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ തൊട്ട് താഴെ എഴുതാം. കാരണം ഇവിടെ ഇങ്ങനെ f(b)യും f(a)യും ഈക്വൽ ആവണം എന്നുള്ള കണ്ടീഷൻ ഒന്നും ഇല്ല. ഈ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ f(1)ഉം f(4)ഉം ഈക്വൽ ആവണം എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എന്ത് പറയാം? therefore by mean value theorem there exists c belongs to open interval 1 4 such that f'(c) = f of ഇവിടെ b എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ f(4) - a എന്ന് പറയുന്നത് 1 ആണ്. f(1) ഡിവൈഡഡ് ബൈ b - a എന്ന് പറഞ്ഞാൽ 4 - 1. ഫോർമുലയിലെ f(b) - f(a) ഡിവൈഡഡ് ബൈ b - a നമ്മൾ അതിന് പകരം എഡിറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം f(1) എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. എക്സിന് എന്ത് അപ്ലൈ ചെയ്താൽ മതി? 1 അപ്ലൈ ചെയ്താൽ മതി. 1² - 4 × 1 - 3 1 - 7 4 × 1 4 ആണ് വരിക. -4 - 3 എന്ന് പറഞ്ഞാൽ -7 ആണ്. അതായത് കിട്ടുന്ന ആൻസർ -6. തൊട്ട് താഴെ f(4) കണ്ടുപിടിക്കുക. x എന്ന് പറയുന്നതിന് എന്ത് അപ്ലൈ ചെയ്താൽ മതി? 4 അപ്ലൈ ചെയ്താൽ മതി. 4² - 4 × 4 - 3 16 - 16 - 3 which is equal to -3. ഇനി അടുത്ത് ചെയ്യേണ്ടത് f'(x) എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. f(x) എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. x² ഡെറിവേഷൻ 2x ആണ്. -4x വരുമ്പോൾ ഡെറിവേഷൻ എന്ന് പറയുന്നത് -4 വരുന്നു. -3 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേഷൻ 0 ആണ്. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. തൊട്ട് താഴെ f'(c) എന്ന് പറഞ്ഞ കാര്യം എഴുതുക. f'(c) എന്ന് പറഞ്ഞാൽ x-ന് പകരം c ആക്കിയാൽ മതി. 2c - 4. ഇത്രയും കണ്ടെത്തിയതിനു ശേഷം നമ്മൾ സച്ച് ദാറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. ആ കണ്ടീഷനിലേക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാണ്. അതായത് f'(c)ക്ക് പകരം 2c - 4 = f(4) എന്ന് പറയുന്നത് -3 മൈനസ് f(1) എന്ന് പറയുന്നത് -6 ഡിവൈഡഡ് ബൈ 4 - 1 എന്ന് പറഞ്ഞാൽ 3. 2c - 4 = -3 + 6 ആയിട്ട് മാറും. അപ്പോൾ 3 വരും, താഴെ നിന്ന് വരും 3 വരും. 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതായത് 2c എന്ന് പറയുന്നത് 1 + 4 = 5. c എന്ന് പറയുന്നത് 5/2 which is equal to 2.5 belongs to open interval 1 4. ഈ കിട്ടിയ വാല്യൂ എവിടെയാണ് കിടക്കുന്നത്? ഓപ്പൺ ഇന്റർവെലിൽ തന്നെയാണ്. അതോടുകൂടി മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞ കാര്യം വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഏത് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ നോർമലി വെക്കുക. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ള കാര്യമൊക്കെ നേരിട്ട് എഴുതുക. മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം എഴുതുക. എഴുതുമ്പോൾ എക്കും ബിക്കും പകരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ തന്നിരിക്കുന്നത് അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. f(1) കണ്ടുപിടിക്കുക, f(4) കണ്ടുപിടിക്കുക, f'(x) കണ്ടുപിടിക്കുക, f'(c) കണ്ടുപിടിക്കുക. ഇത്രയും കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ സച്ച് ദാറ്റ് കണ്ടീഷനിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ c-ന്റെ വാല്യൂ കിട്ടും. അത് ഓപ്പൺ ഇന്റർവെലിന്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക. അതോടുകൂടി നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കയറി വരുന്ന കാര്യങ്ങൾ. ഇതിൽ
മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം വെരിഫൈ ചെയ്യുന്നതെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. മറ്റുള്ളതും കണക്ട് ചെയ്യാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതേ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുകയും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുകയും ചെയ്യണം. ഇതേ രീതിയിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. +2 ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുറേ മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുകൾ കൂടി ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ ഒരു ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.